നമസ്കാരം സർ. നമസ്കാരം. മഴക്കാറ് കണ്ടപ്പോഴേ ആലോചിച്ച് വരുമെന്ന്. സാറേ, തിങ്കളും ചൊവ്വായും വംശനാശം വന്ന പക്ഷികളെ കുറിച്ചൊരു സിമ്പോസിയം. പിന്നെ ബുധനാഴ്ച അഴുക്ക് വെള്ളത്തിലെ അണുക്കൾ ജീവജാലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നൊരു ചർച്ച. ഗംഭീര പരിപാടിയായിരുന്നു. വ്യാഴാഴ്ച പക്ഷിമൃഗാദികളില്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള കാര്യം എന്താവും എന്നുള്ള ചർച്ച. അതൊരു കാര്യം ചെയ്യും, ആ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഏതെങ്കിലും ക്ലാസ്സിൽ പോയി അല്ല പഠിപ്പിച്ച്. സാറേ, പിന്നെ ഇന്ന് ഉച്ചതിരിഞ്ഞ് ഞാൻ കാണത്തില്ല. ബെസ്റ്റ്. പിന്നെ എന്തിനു വന്നത്? തിങ്കളാഴ്ച വന്നുകൂടായിരുന്നാ? സാറേ, ഈ നമ്മുടെ കൊച്ചുങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ ക്രിയാത്മകവും പ്രത്യുൽപാദനപരവും ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ഇയാൾക്ക് രണ്ട് വാക്കേ അറിയാവാ. ഒന്ന് ക്രിയാത്മകം അല്ലെങ്കിൽ പ്രത്യുത്പാദനം. സാറേ, തെരുവ് നായ്ക്കളെ ഒരിക്കലും ഉപദ്രവിക്കരുത്, അവരെ നശിപ്പിക്കരുത് എന്ന് ബോധവൽക്കരിക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ശരിയാവും. അതിനെ പിടിച്ച് മടിയിരുത്തിട്ട് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണോ? അത് തല്ലി കൊല്ലണം. സാറ്, ഇത് സാറിന്റെ അഡ്രസ്സും കോളേജിന്റെ അഡ്രസ്സും ചാനലിലും പത്രത്തിലും വരുന്നതാ. അങ്ങനെ സാറിന്റെ അഡ്രസ്സും കോളേജിന്റെ പേരും പെരുമയും ഒക്കെ പത്രത്തിൽ വരും, ചാനലിൽ വരും. എന്താ ചെയ്, മര്യാദയ്ക്ക് പിള്ളേരെ പഠിക്കാൻ സമ്മതിക്കില്ല. ക്ലാസ്സിലിങ്ങനെ പിള്ളേരെ പിടിച്ച് വെളി ഇറങ്ങി കൊണ്ടുപോകും. അല്ല, അത് സാറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയത്ത് ചെയ്യത്തില്ല, ഇന്റർവെൽ സമയത്ത് ചെയ്യത്തുള്ളൂ. ഇന്റർവെൽ സമയം എപ്പോഴാണ്? ഇന്റർവെല് രാവിലെ 10:20, 11:40, പിന്നെ ഉച്ച കഴിഞ്ഞ് 2:40. അതൊക്കെ മാറി. 11, 12, 2:30. ഒന്നും അറിയണില്ല എല്ലാവരും. ശരി സാർ. ശരി. പക്ഷിസ്നേഹി, മൃഗസ്നേഹി, കാഷ്ടങ്ങൾ തന്നെ. പേപ്പട്ടിയെ കൊല്ലാൻ പാടില്ല. പിള്ളേരെ എല്ലാം പിടിച്ച് അങ്ങോട്ട് ചൂണ്ടി കടികൂടി പിള്ളേരെ പിടിച്ചടിക്കും. പേപ്പട്ടിക്ക് കുഴപ്പമില്ല. ഇയാളെ മച്ചാമ്പിയാ പേപ്പട്ടി. പട്ടി കുഴപ്പമില്ല. പേ പിടിച്ചാൽ തല്ലി കൊല്ലണം. അത് പ്രകൃതി നിയമമാണ്. പേ പിടിച്ചാൽ അത് മനുഷ്യനായാലും ശരി പട്ടിയായാലും ശരി അടിച്ചു കൊല്ലണം. ശരി, സ്നേഹം. ഈ ഞാൻ വീട്ടിൽ കാണിച്ചെങ്കിൽ പെമ്പിള്ള എടുത്തിട്ട് ചളുക്കൂല. അയ്യോ, ഇന്ന് 3ാമത്തെ പീരീഡ് എന്നെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറങ്ങണേ. എന്തിന്? ഒരു പേഴ്സണൽ ആവശ്യം ഉണ്ടായിരുന്നു. എടാ, കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം നിന്നെ ഞാൻ വിളിച്ചിറക്കില്ലടാ. അത് ബുധനാഴ്ച അല്ലായിരുന്നു, ഇത് വ്യാഴാഴ്ചയല്ലേ? അതുമായിട്ട് എന്തൊരു ബന്ധോടാ? ബന്ധം ഉണ്ടാ? ആരാ ക്ലാസ്? ഇംഗ്ലീഷ് പ്രൊഫസർ. അങ്ങനെ കലിപ്പുണ്ടോ? വന്ന പറ്റി ഒരു അത്യാവശ്യ കാര്യം നീ ഇവിടെ പിന്നാറ്റ, ഞാൻ വരാം. നിങ്ങളെനിക്ക് എവിടെയെല്ലാം നടന്നെന്നറിയാവോ? അല്ലെങ്കിൽ അത്യാവശ്യത്തിനിടയ്ക്ക് കാണത്തില്ലല്ലോ. വേണ്ട വടക്കുന്നല്ല സാർ തിരക്കുന്നു. എന്തിന്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പട്ടി കേസാണ് പറഞ്ഞത്. പഴയതല്ല മരപ്പട്ടി കേസ് തന്നെ. അതൊന്നും ആയിരിക്കത്തില്ല. ഏതോ തെരുവ് പട്ടി എന്നൊക്കെ പറയുന്നത് കേട്ട്. എന്തെങ്കിലും വീടുന്ന കേസാന്ന് തോന്നുന്നു. കുഴപ്പമില്ല, മറ്റേ പ്രോഗ്രാം കേട്ട് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ വിളിക്കണ്ട. നീ എപ്പോ പോകണം? വടക്കുന്ന സാറിനാണ്. വാ വാ. ഞാൻ പട്ടികളെടുത്ത് പോയിട്ട് നമുക്ക് അങ്ങനെയോട് പറയാൻ പറ്റും. സാർ, ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ഇടയിൽ തന്നെ ഒരു കൺവീനറെയും ഒരു ചെയർമാനെയും നമുക്ക് തിരഞ്ഞെടുക്കണം. നിങ്ങൾ കൺവീനറെയോ ചെയർമാനെയോ ആരെ വേണമെങ്കിലും തിരഞ്ഞെടുത്തു, പക്ഷെ പരിപാടി തകർക്കണം. ഇത് വളരെ ക്രിയാത്മകവും പ്രത്യുൽപാദനപരവുമായ ഒരു പരിപാടിയാണ്. ആ കാര്യം തെരുവ് നായ്ക്കളെ ഉപദ്രവിക്കാൻ പാടില്ല, തെരുവ് നായ്ക്കളെ സംരക്ഷിക്കണമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ പോരെ? ഞാനൊരു ഐഡിയ പറയട്ടെ. ഈ ആണും പെണ്ണായിട്ട് ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് തിരിഞ്ഞിട്ട് നമുക്ക് ഈ ഗ്രാമത്തിലുള്ള ഓരോ വീടുകളിൽ കയറി ബോധവൽക്കരണം നടത്തിയാലോ? ആണും പെണ്ണും ഇതൊരു കുടുംബാസൂത്രം. ഞാൻ ഉദ്ദേശിച്ചത് ഒരു പ്രതിഷേധ ധർണയാണ്, സായാഹ്ന പ്രതിഷേധ ധർണ. അയ്യോ സാർ, എനിക്ക് രാവിലെ വരാൻ പറ്റില്ല. സായന വൈകിട്ടാണ്, രാവിലെ അല്ല. ചോപ്പൊക്കെ മതി. ഇത് തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്ന ഭാഗമാണ്. തെരുവ് നായ്ക്കളെ ഒരിക്കലും ഉപദ്രവിക്കരുത്. നിങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കണം. നമ്മുടെ സ്വന്തം പരിപാടിയായിട്ട് ഇത് കാണും. പിന്നെ തെരുവ് നായ്ക്കൾ നമ്മളെ സ്വന്തക്കാരല്ലേ? പിന്നെ മാധ്യമ പ്രവർത്തകരെ എല്ലാം ഞാൻ ഏർപ്പാടാക്കി. സാർ, അപ്പൊ ഇതിനു വേണ്ടി വരുന്ന പ്രാഥമിക കർമ്മങ്ങളൊക്കെ അതാരടി ചോദിച്ചത്? അതിനുവേണ്ടി വരുന്ന പ്രാഥമിക കർമ്മങ്ങളല്ല, പ്രാഥമിക ചെലവുകൾ അതെല്ലാം ഞാൻ വഹിച്ചോളാം. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കൺവീനറെയോ ചെയർമാനെയോ തിരഞ്ഞെടുക്കും. കൺവീനർ ഞാൻ അതിനെ താങ്ങിക്കോളാം. മരത്തിന്റെ മൂട്ടി ചെന്ന് അതൊന്നും പറ്റില്ല. സാറേ, ഇത് കൂടുതൽ താക്കണ്ട.
അത് ഞാൻ പറയാം. ഈ ബോയ്സിന്റെ ഇടയിൽ നിന്ന് കാര്യഗൗരവം ഉണ്ടല്ലോ, അപ്പം അതിന്റെ ഇടയിൽ തന്നെ ഒരു കൺവീനറെ ഒരു ചെയർമാനെയും തിരഞ്ഞെടുക്കാം. അതൊന്നും പറ്റത്തില്ല, സ്ത്രീകൾക്ക് അല്ല സാർ, വേണമെങ്കിൽ അവരിത് താങ്ങട്ടെ. അല്ല സാർ, ഇവിടെ പൊതുവെ സ്ത്രീകൾക്കാണല്ലോ മുൻഗണന. ആ ഒരു രീതിയിൽ ഞങ്ങൾ പറഞ്ഞത്. എവിടെ അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് തെരുവിൽ ഇറങ്ങിയിട്ട് ഈ നായ്ക്കളുടെ എണ്ണമൊക്കെ എടുക്കാം. ഫീമെയിൽ. അപ്പൊ അതിനനുസരിച്ചുള്ള സംഭരണം അവർക്ക് കൊടുക്കാം. ഫീമെയിൽ വേണ്ട, പെൺപട്ടികൾ തന്നെ പറയാം. അതെ, പെൺപട്ടികളെ കുഴപ്പമില്ല സാർ. കന്യാകുമാരി ബാദലേ സാറിന്റെ ഭാഷ പറഞ്ഞ കന്യാകുമാരി. നിങ്ങൾ ഈ വിഷയത്തെ വളരെ ഗൗരവമായിട്ട് കാണണം. കൺവീനർ ആരായാലും ചെയർമാൻ ആരായാലും നിങ്ങളെ തിരഞ്ഞെടുത്ത് എന്നെ അറിയിച്ചാൽ മതി, ഞാൻ അവിടെ കാണും. ശരി ശരി. അപ്പൊ ഇന്ന് തന്നെ പ്രവർത്തനം ആരംഭിക്കണം. അപ്പൊ ഇനി സീരിയസ് ആവാം. ഒരു കാര്യം ചെയ്യാം, ചെയർമാനാ കൺവീനർക്ക് അല്ലെങ്കിലേ നീ പറഞ്ഞ ഐഡിയക്ക് അനുസരിച്ച് പോവാം. ഒരു ആണിന് ഒരു പെണ്ണ്. നീ വാടി കൊണ്ടു, നീ എന്റെ ജോലി. പെണ്ണ് ഉണ്ട്, 1.5 ആയിട്ട് വന്നിരിക്കുന്നു. ആര് വേണം എന്തോണം ആയിക്കോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെയർമാൻ ആയല്ല. ഞാൻ തന്നെ ആയാലോ? കൊച്ചിന് നല്ല ബുദ്ധിയാണ്, കറക്റ്റ് ആയിരിക്കും. സായാഹ്നം അതൊരു പ്രാവശ്യം തെറ്റിന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട. ഒരിക്കലും നന്നാവില്ല. അപ്പൊ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ വഴി, അവർക്ക് അവരെ വഴി. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ ഇപ്പൊ. ഞാനേ നമ്മള് അവരുടെ രീതിയിൽ അപ്പൊ സാറേ എന്റെ ക്ലാസ്സിൽ കുട്ടികളൊന്നുമില്ല. അത് എൻ്റെ കുഴപ്പമല്ല. എൻ്റെ കുഴപ്പമല്ല. മലയാളം എന്ന് പറയുന്നത് വളരെ ആസ്വദിച്ച് പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ ആസ്വദിച്ച് തന്നെയാണ് പഠിപ്പിക്കണം. ഞാൻ ആസ്വദിച്ചല്ല പഠിപ്പിക്കണമെന്ന് സാറിന് എങ്ങനെ അറിയാം? സാർ എൻ്റെ ക്ലാസ്സിൻ്റെ പരിസരത്തൊന്ന് വന്ന് നോക്ക്, അപ്പം കാണാം. വാ, ഇവിടെ ഈ കസേര ഇരുന്നിട്ട് തന്നെ ഇവിടെ കാര്യങ്ങൾ കുഴഞ്ഞു കുറഞ്ഞ് കിടക്കുകയാണ്. പിന്നെയാണ് തൻ്റെ ശീലാവധിയാക്കാൻ വേണ്ടി ഞാൻ അറ്റം വരെ പറഞ്ഞത്. സാറേ, രാവിലെ തന്നെ കുട്ടികളില്ലാന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ വടക്കുന്നല്ല സാറ് കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് കമ്മിറ്റി കൂടാൻ പോയൊക്കെ. സാറേ, ഇതൊരു പഠന പ്രക്രിയയുടെ ഭാഗമാണ്. നമ്മളെ ഈ കോളേജിൻ്റെ പേരും പെരുമയൊക്കെ ടി വിയിലും പത്രത്തിലൊക്കെ വരൂലേ? അത് ഏത് പ്രോഗ്രാം സാറേ? ഞാൻ അറിഞ്ഞില്ല. അത് ഞാൻ സമയമാകുമ്പോൾ അറിയിച്ചോളാം. പറ സാറേ. സാറ് ചോദിച്ചോണ്ട് രഹസ്യമായിട്ട് പറയാം. ഈ അലഞ്ഞിരിഞ്ഞ് കിടക്കുന്ന പട്ടികളൊക്കെ ഇല്ലേ, അവരെ കൊല്ലരുത്, സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പ്രോഗ്രാം, പരിപാടി ടി വിയിൽ പത്രത്തിൽ. സാറേ എന്താ സാറേ പറയണേ? സാറ് ടി വി ഒന്നും കാണാറില്ലേ? പേപ്പറൊന്നും വായിക്കാറില്ലേ? കൊച്ചു കുട്ടികളെ വരെ തെരുവുനായ കടിക്കണേ പട്ടികളെ അനുകൂലിച്ചിട്ട് പ്രോഗ്രാം ചെയ്യാൻ പോണ. ഞാൻ ഇവിടെ ഒരു പട്ടികളെ അനുകൂലിക്കാനും പോണില്ല, പ്രതികൂലിക്കാനും പോണില്ല. ഇവിടെ ഒരു പട്ടികൾ ചത്താലും ഒന്നുമില്ല, വെറുതെ വിട്ടാലും എനിക്കൊന്നുമില്ല. വിഷയം അതല്ല. സാമൂഹിക പ്രശ്നങ്ങളിൽ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നു എന്നുള്ള വാർത്ത പത്രത്തിൽ വന്ന ആർക്കാണ് ക്രെഡിറ്റ്? ആർക്കാ? എനിക്കാ, സാറിന്. അപ്പോൾ ഈ സംഘടന നടത്തിക്കൊണ്ട് പോകണം വടക്കുംതറ സാറിനാ? വടക്കുംതലക്ക് അല്ല, കോളേജിന്, നമ്മളെ കോളേജിന്. ഇയാളൊരു പൊട്ടനായി പോയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം സാറിൻ്റെ അടുത്ത് പറയാം. വടക്കുംതലയിലും 5 വർഷം സീനിയറാണ് ഞാൻ. അറിയാമോ? സീനിയോറിറ്റി കൂടുന്നതനുസരിച്ച് ശമ്പളം കൂടുന്നുണ്ടല്ലേ, എണ്ണി വാങ്ങിക്കുന്നുണ്ടല്ലേ. ശമ്പളത്തിൻ്റെ കാര്യം കൂടെ നിൽക്കട്ടെ. ഒരു കാര്യം ഞാൻ സാറിൻ്റെ അടുത്ത് പറയാം. കഴിവുണ്ടാകാം. ഒരു കാര്യം ഞാൻ സാറിൻ്റെ അടുത്ത് പറയാം. ഇവിടുത്തെ കുട്ടികളെ അധ്യാപകരൊക്കെ സംഘടിപ്പിക്കാൻ എനിക്കും അറിയാം കേട്ടാ. ഞാനത് ചെയ്യാൻ പോണെന്ന് കണ്ടോ സാർ? കാണാം കാണാം കാണാം. ഇയാളെ കുട്ടികളെ സംഘടിപ്പിച്ച് ജാലിയൻ വാലാബാഗിന് പോകാൻ. എല്ലാവർക്കും നല്ല കാര്യം ഇയാൾക്ക് മോശം, എല്ലാവർക്കും മോശം കാര്യം ഇയാൾക്ക് നല്ലത്. ബുദ്ധിജീവി ചമയാണ്, ബുദ്ധിജീവി ചമയാണ്. കള്ളപ്പെടുക. ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ പരിപാടി തിങ്കളാഴ്ച രാവിലെ ഞാൻ അവിടെ വരുന്നു, പുതിയ ധർണ ഉദ്ഘാടനം ചെയ്യും. എന്നിട്ട് ഞാൻ തിരിച്ച് അന്നേരം തന്നെ എൻ്റെ കോളേജിലോട്ട് പോകും. അവിടെ അന്നാ പരിപാടി, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്താം. പക്ഷെ ഒരു കാര്യമുണ്ട്, യാതൊരു തരത്തിലും തെരുവ് നായ്ക്കളെ ഉപദ്രവിക്കരുതെന്നും അഥവാ ഉപദ്രവിച്ചാൽ അതിനൊക്കെ ചോദിക്കാനും പറയാനും സംഘടനയുണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യമാവണം. പറയാൻ മനസ്സിലായോ? ശരി ശരി, ഓക്കെ 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 ഓക്കെ. പിന്നെ സാറേ, ഞാൻ അറിയാമല്ലാണ്ട് ചോദിക്കാം, ഈ പട്ടികളൊക്കെ സാറിൻ്റെ കസിൻസാ? അതൊക്കെ സാറിൻ്റെ അക്കൗണ്ട് കൊണ്ട് ചോദിക്കുന്നതാണ്. എൻ്റെ വയസ്സായ അച്ഛനെ പട്ടി അടിച്ചിട്ടേ 1.5 മാസമാണ് ഹോസ്പിറ്റലിൽ കിടന്നത്. സാറിൻ്റെ അമ്മേനെയും മക്കളൊക്കെ പട്ടി അടിക്കണം, അപ്പോൾ സാറിന് മനസ്സിലാവും. സാറേ, ഈ കടിക്കുക കുരയ്ക്കുക എന്ന് പറഞ്ഞതേ പട്ടിയുടെ ജോലിയാണ്. പോലീസ് പട്ടി കടിക്കത്തില്ലേ, കുരയ്ക്കത്തില്ലേ? സാറിൻ്റെ വീട്ടിൽ ഒരു പട്ടിയെ വളർത്തി, അത് കുരയ്ക്കുക കടിക്കുമെന്ന് അറിയാമല്ലോ. ഇതുപോലെയാണ് തെരുവ് പട്ടി. സാറേ, ഈ പട്ടികൾ എങ്ങനെ തെരുവിലെത്തി, മനുഷ്യരെങ്ങനെ തെരുവിലെത്തി? നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ
ബാല്യകൗമാര കാലഘട്ടങ്ങളിൽ സാറിന്റെ പരിപാടി ഞാൻ ഈ കോളേജിൽ സാറേ പൊളിച്ചത്. പറയുന്ന കേക്ക് ഭൗതിക സാഹചര്യങ്ങളുടെ ഒരു ഏറ്റക്കുറച്ചിലുണ്ട്. അത് മനുഷ്യർക്കും ഉണ്ട്, പട്ടിക്കുമുണ്ട്. പട്ടി, പേപ്പട്ടി, പൂച്ച, ഈനാമ്പേച്ചി. സാറേ ഇത് സാറ് കിടന്ന് ബേളം വെച്ചിട്ട് കാര്യമില്ല. സാറിനെ പോലെ 1 2 വ്യക്തികൾ ഇയാളുടെ മരണം പട്ടിപ്പാൽ കുടിച്ച് പേളയിട്ട സാറേ ഇത് ഞാൻ കുറെ കണ്ടതാണ് സാറേ. ഇന്നും ഇന്നലെ തുടങ്ങിയല്ല സാറേ ഞാൻ ഈ സംഘടനയിൽ. ഓഹോ, ഒരാൾ വന്നേക്കുന്നു, 1000 പേര് എതിർത്തണക്ക് ഈ സംഘടന നിൽക്കുന്നു. പിന്നെ സാറ് ഞാൻ പറഞ്ഞു വല്ലതും പിടി കിട്ടിയാ? കോളേജ് വിട്ട് എല്ലാരും വീട്ടിൽ പോകും. പിന്നെ ധർണയ്ക്ക് നമ്മൾ മാത്രമേ കാണുള്ളൂ. നിങ്ങളെന്താ ഞാൻ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ പറയണത് കേൾക്കില്ല. നീ എല്ലാം ഗ്യാങ്ങാന്ന് പറയണത്. അല്ല ഇപ്പൊ പറഞ്ഞാൽ ശരിയാ. ഒരു കാര്യം ചെയ്യടാ, വൈകിട്ട് ഹോസ്റ്റലിൽ ഇത് പിള്ളേരെ വിളിക്കാം ധർണയ്ക്ക്. അത് ശരിയാവില്ല, അവർക്ക് ചെലവടത്തേണ്ടി വരും. ആ ഇടേ ചെലവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സാറ് പറഞ്ഞ വട്ടകൂട്ടങ്ങളെല്ലാം ഓക്കെ ആയാ? വട്ടകൂട്ടങ്ങളത് സദ്യ ഒന്നും നടത്താനല്ല പറഞ്ഞത്. ചെണ്ടയില്ല. ചെണ്ട വേണ്ട, ധർണയ്ക്ക് ചെണ്ട അത് ശരിയാവില്ല. മൈക്ക് സെറ്റാ? മൈക്ക് സെറ്റുകാരനെ എന്നെ വിളിച്ച് പറയണം. മൈക്ക് സെറ്റ് ഒരു കാര്യം നമുക്ക് കോളേജിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തല്ലോ, കാശിലാവാൻ കിട്ടും. ബാനർ ഉണ്ട്. ബാനർ ഉണ്ട്. ഭവനേ സാർ വന്നു. പിന്നെ ബാനർ ഉണ്ട്. അതെ, നിങ്ങളോടൊരു കാര്യം ഞാൻ ആദ്യമായിട്ട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ വളരെ ചിന്താശക്തിയും കഴിവുള്ള കുട്ടികളാണ്. ചുമ്മാ വെറുതെ പ്രകൃതി സ്നേഹം ജന്തു സ്നേഹം എന്നൊക്കെ പറഞ്ഞ് വടക്കുംതല സാറ് കാണിക്കുന്ന കോപ്രായത്തിൽ നിങ്ങൾ തെക്കും വടക്കും നടക്കരുത്. സാറ് കാര്യം പറ. നിങ്ങൾ തെരുവ് നായ്ക്കളെ കൊല്ലരുതെന്നും പറഞ്ഞ് ഒരു സായാഹ്ന ധർണ നടത്താൻ പോകുന്ന കേട്ടു. സാറിനെന്താ? സാറിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ലല്ലോ ഞങ്ങൾ. എനിക്കൊരു ബുദ്ധിമുട്ടില്ല, പക്ഷെ ഞാൻ ആശയത്തോട് യോജിക്കുന്നില്ല. അങ്ങനെ എല്ലാ ആശയത്തോടും എല്ലാവർക്കും യോജിക്കാൻ പറ്റുമോ? എന്താ സാറേ? സാറേ, പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്തു കൊടുക്കുന്നത് ഒരു ഗുരുത്വമാണ്. അതെ, ഒന്നാമതോടെ നമുക്ക് ഗുരുത്വാകർഷണം ഇല്ല, പഠിപ്പില്ല, ഉഴപ്പന്മാരെന്നാണ് എല്ലാവരും പറയണത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു അധ്യാപകനല്ലേ? ആണല്ലോ. തെരുവ് നായ്ക്കളെ കൊല്ലണമെന്നും പറഞ്ഞൊരു പ്രതിഷേധ സായാഹ്ന ധർണ നടത്തണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? കേൾക്കും. പക്ഷേ വടക്കുംതല സാറ് തന്ന അത്രയും പൈസ കയറണം. അത്രേ ഉള്ളൂ. നമുക്ക് അധ്യാപകരും യാതൊരു വ്യത്യാസം. ഞങ്ങൾക്ക് ഫിസിക്സ് സാറെന്നോ കെമിസ്ട്രി സാറെന്നോ ബയോളജി സാറെന്നോ അങ്ങനെ യാതൊരു വകതിരിവും ഇല്ല. ഞങ്ങൾ ഫോർവേഡാണ് സാർ. അതൊക്കെ എനിക്കറിയാം, വകതിരിവില്ലാത്ത ഫോർവേഡുകളാണെന്ന് എനിക്കറിയാം. അതല്ല ഇവിടെ പ്രശ്നം. വടക്കുംതല സാർ 7000 രൂപ ഞങ്ങളെ ഏൽപ്പിച്ചു. 7000 രൂപ? ഇനി എന്തെങ്കിലും വേണമെങ്കിൽ കൂട്ടി തരാമെന്നും പറഞ്ഞു. ആണോ? എല്ലാ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ചോദിക്കുമ്പോ 10 തികച്ച് ചോദിക്കണ്ടടാ. പുല്ലേ പറഞ്ഞതൊക്കെ തിരിഞ്ഞു വന്നു. വിചാരിച്ചാണ് 10 ചോദിക്കണമെന്ന്, പക്ഷേ വായിൽ വന്നത്. പക്ഷെ വേറെ സംഭവം ഉണ്ട്. ഇനി ഇങ്ങനെ 7000 രൂപ പൊക്കി പിടിച്ചോണ്ടെന്ന് എന്ത് ചെയ്യും നമ്മള്? എവിടെ അയാളാ? പക്ഷെ അയാൾ കാശ് ഇറക്കാത്ത കക്ഷിയാണ്. ഫിസിക്കലാ. ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത പരിപാടി അയാൾ കുളമാക്കുവോ? അയാൾ കുളമാക്കിയാൽ നമ്മൾ ചൂണ്ടായിട്ട് മീൻ പിടിക്കും. പറ്റുമെങ്കിൽ നീന്തി കുളിക്കുകയും ചെയ്യും.